ഈ പുട്ടും മാമ്പഴവും നല്ലൊരു കോമ്പിനേഷനാണെന്ന് കുറേ വീഡിയോസിൽ കണ്ടേ. അന്നേരേ വിചാരിച്ചു കേട്ടോ ഇതൊന്ന് ആക്കി നോക്കണമെന്നേ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനും മോനും പുട്ട് അത്ര പോവില്ല കേട്ടോ. അമ്പാടിയാണെങ്കിൽ പിന്നെ ഇച്ചിരിയൊക്കെ കഴിക്കും. വിഷ്ണുചേട്ടനാണെങ്കിൽ ഒട്ടും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി രാവിലെ ഞാൻ പുട്ട് ഇവിടെ ആക്കി എടുക്കുവാണെങ്കിൽ അമ്പാടിക്കുട്ടനും അച്ഛനും വേണ്ടിയിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കണേ. ആ ഒരു മടി കൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ ആക്കി എടുത്തില്ലേ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സുകാരൻ വന്നപ്പോൾ ആൾ മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊന്ന് ആ ഒരു കോമ്പിനേഷൻ പരീക്ഷിച്ച് നോക്കണമെന്നേ. അങ്ങനെ അച്ഛനും മോനും വേണ്ടിയിട്ട് ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അമ്പാടിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ തന്നെ വീശപ്പം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ. പിന്നെ 2 ദിവസം മുന്നേ എടുത്ത വാഴയില ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അവന് വേണ്ടിയിട്ട് പിന്നെ 2 വീശപ്പം ആക്കി. പിന്നെ വിഷ്ണുചേട്ടന് പിന്നെ കുറച്ച് ഇടിയപ്പം ആക്കി കൊടുത്തേ. അങ്ങനെ പിന്നെ ദേണ്ട അമ്പാടിക്കുട്ടൻ പിന്നെ കാപ്പ് കുടിക്കാൻ വേണ്ടി വന്നേ. പിന്നെ അച്ഛന് കൊടുത്തതിൻ്റെ ബാലൻസ് ഒരു ഇടിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് അതും വേണമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ഇടിയപ്പവും വിശപ്പവും എല്ലാം കൂടെ ചേർത്ത് ദേണ്ട അയാളിരുന്ന് കാപ്പ് കുടിക്കുവാണേ. അതിനുശേഷം പിന്നെ ഞാൻ എനിക്കുള്ള കാപ്പി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദേണ്ട ഞാനും പിന്നെ പുട്ടും മാമ്പഴവും പപ്പടവും എല്ലാം കൂടെ ആക്കി എടുത്തിട്ടുണ്ടേ. പക്ഷേ എനിക്ക് എന്തോ കേട്ടോ ഈ പുട്ടും മാമ്പഴവും കോമ്പിനേഷൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഈ ചക്കപ്പുട്ട് എന്നൊരു കോമ്പിനേഷൻ കണ്ടായിരുന്നേ. അത് ഞാനൊന്ന് ആക്കി നോക്കിയായിരുന്നു. പക്ഷേ അത് കൊള്ളായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പക്ഷേ ഈ ടേസ്റ്റ് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.